സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പാനൂരിലെ നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ രാജ്യവും ലോകവുമൊക്കെ വലിയ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പ്രത്യേകിച്ചും വലതുപക്ഷ ഭീകരവാദങ്ങൾ, തീവ്രവാദങ്ങൾ, ഭരണകൂടങ്ങൾ അത് പല പേരിലും, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ, വംശീയതയുടെ പേരിൽ, സാമുദായികതയുടെ പേരിലൊക്കെ ലോകം വലതുപക്ഷ ചേരിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അമേരിക്ക മുതൽ ഇന്ത്യ വരെ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളാണ് അമേരിക്കയും ഇന്ത്യയും. ഈ അമേരിക്കയും ഇന്ത്യയും ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിൻ്റെ തണലിലും മറവിലും നിന്നുകൊണ്ട് വംശീയ, വർഗീയ, ജാതീയ, മത, സാമുദായിക അങ്ങനെ എങ്ങനെയൊക്കെ ചേരിതിരിയാൻ പറ്റുമോ തദടിസ്ഥാനത്തിലുള്ള അപകടകരമായ വലതുപക്ഷ അകത്തളങ്ങളിലേക്ക് രാജ്യത്തുടനീളം, ലോകത്തുടനീളം ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും വംശീയതയുടെയുമൊക്കെ സ്വഭാവങ്ങളിൽ നേർക്ക് നേരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിശാസ്ത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. മറുഭാഗത്ത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ക്യാപിറ്റലിസം, മുതലാളിത്തം, അതിൻ്റെ ഏറ്റവും അപകടകരമായ ദംഷ്ട്രങ്ങളെ, ആയുധങ്ങളെ ലോകത്തുടനീളം പ്രയോഗിച്ചുകൊണ്ട് എല്ലാറ്റിനെയും നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്ന, എന്താണ് ക്യാപിറ്റലിസം എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തവണ്ണം ഭരണകൂടങ്ങളെയും മതങ്ങളെയും സമുദായങ്ങളെയും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും മീഡിയ സംവിധാനങ്ങളെയുമൊക്കെ ഒരേ സമയം നിയന്ത്രിച്ചുകൊണ്ട് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയുമൊക്കെ അവകാശങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നശിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും നമ്മളൊരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിലെ പല സ്ഥാപനങ്ങളും നോക്കുകുത്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻ ചിലപ്പോൾ അങ്ങനെയായി കഴിഞ്ഞിട്ടുണ്ട്. ഉക്രൈനാണെങ്കിലും ശരി, ഗസ, ഫലസ്തീനാണെങ്കിലും ശരി. ഇനി അതിനേക്കാൾ മാരകമായ സ്വഭാവത്തിൽ ലോകത്ത് പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയ പ്രയോഗ നടപടികളുണ്ട്. ആഗോളീകരണം, പഴയകാലത്ത് വലിയ ചർച്ചകളിലേക്ക് വന്ന കമ്പോളീകരണം, സാമ്രാജ്യത്വവൽക്കരണം, സാംസ്കാരിക അധിനിവേശങ്ങൾ, ഇതിനെയൊന്നും ചെറുത്തു നിൽക്കാൻ കഴിയാതെ ലോകത്തിലെ പരമോന്നത സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. പാർലമെന്ററി വ്യവസ്ഥ തന്നെ അപ്രസക്തമാക്കുന്ന വണ്ണം പാർലമെന്റിൽ നിമിഷങ്ങൾ കൊണ്ട് നിയമങ്ങൾ ചുട്ടെടുക്കുകയും ജനാധിപത്യവിരുദ്ധവും ജനകീയ വിരുദ്ധവും മാനവവിരുദ്ധവുമൊക്കെയായ, രാഷ്ട്രവിരുദ്ധവുമൊക്കെയായ നിയമങ്ങൾ പോലും പാർലമെന്റുകളുടെ അകത്തളങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റുകൾ അപ്രസക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിയമസഭകളും ഏകദേശം ആ തലങ്ങളിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതിൻ്റെ അകത്തളങ്ങളിൽ നമുക്ക് DGP വന്നു. DGPയുടെ കാര്യത്തിൽ ജനാധിപത്യത്തിനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ നിയമസഭകൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത വണ്ണം സംഘപരിവാറവും വലതുപക്ഷ സംവിധാനങ്ങളുമൊക്കെ, ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, അത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ മുകളിലേക്ക് വന്നിട്ടുള്ള, നമ്മുടെ മുകളിൽ ഏറ്റവും അപകടകരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള ഒരു MLA, അദ്ദേഹം പറഞ്ഞ 99.99% കാര്യങ്ങളും സത്യമായിരുന്നു. വസ്തുതാപരമായി അതിനെ നിരാകരിക്കാനോ അങ്ങനെ എല്ലാ സംഭവങ്ങൾ എന്ന് വസ്തുനിഷ്ഠമായിട്ട് വിശദീകരിക്കാനോ
ഇടതുപക്ഷത്തിനോ CPM-നോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇരുട്ടുകൊണ്ടുള്ള ഓട്ടയടക്കലുകൾ കാണുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം പോലും ചർച്ചയിലേക്ക് കടന്നു വരുന്നത് അതിമാരകമായ സ്വഭാവത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ട് തങ്ങൾ അകപ്പെട്ടിട്ടുള്ള വലയിൽ നിന്ന്, കുഴിയിൽ നിന്ന്, ചുഴിയിൽ നിന്ന് ഈ ഒരു സംവിധാനത്തെ വെച്ചുകൊണ്ട് ഇരുളിൽ ഉരുണ്ട് സമർത്ഥമായി രക്ഷപ്പെടാം എന്ന് തീരുമാനിച്ചതുപോലും PV അൻവർ എന്ന് പറയുന്ന MLA ഉയർത്തിവിട്ട കേരളത്തിലെ അപകടകരമായ, കേരളത്തിൽ ഒരു പുതിയ കുറുമുന്നണിയുണ്ട്. അധികാരഘടനയെ അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തു പറഞ്ഞു എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടവരും തന്നെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ADGP-യും അടങ്ങുന്ന അപകടകരമായ ഒരു സംവിധാനമാണ് കേരളത്തിന്റെ നിയമസഭയെയും രാഷ്ട്രീയ ഘടനയെയും രാഷ്ട്രീയ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഇപ്പൊ ADGP DGP ആയി കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, വളരെ ലളിതമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കങ്ങനെയേ പേപ്പറിൽ സൈൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. കേന്ദ്രത്തിന്റെയും ഉദ്യോഗസ്ഥ വ്യവസ്ഥതയുടെയും ഒക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന വളരെ വിനീതമായ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റുപറച്ചിലൂടെ സംഘപരിവാരത്തിന് വേണ്ടി, ചിലപ്പോൾ സംഘപരിവാരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യാവസാനം സംഘപരിവാർ ഏറ്റവും ഭീകരമായി എല്ലാ സംവിധാനങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് പോലീസിനെയാണ്, രഹസ്യാന്വേഷണ സംവിധാനങ്ങളെയാണ്, ഇന്റലിജൻസ് സംവിധാനങ്ങളെയാണ് എന്നുള്ളത് അറിയാത്തവരല്ല നമ്മളാരും. കോൺഗ്രസ് അതിന്റെ ആദിമഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയത് സംഘപരിവാർ നുഴഞ്ഞു കയറുകയും കോൺഗ്രസിന്റെ എല്ലാ മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിലും സ്ഥാനം പിടിച്ചുകൊണ്ട് അധികാരഘടനയിലും പാർട്ടിക്കകത്തും വളരെ അപകടകരമായ സ്ഥലങ്ങളിൽ ഒരാൾ മതി. കേരളത്തിലെ DGP സംഘപരിവാറായാൽ പാനൂരിലെ പോലീസ് സ്റ്റേഷൻ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുക. CPM-ഓ കോൺഗ്രസോ ഈ നിയമസഭയോ പാർലമെന്റോ ഒന്നിനൊരു പ്രസക്തി ഉണ്ടാവില്ല. DGP-കൾ നൽകുന്ന കൽപ്പനകൾ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതിന്റെ മുകളിൽ ആഭ്യന്തരമന്ത്രിയുണ്ട് എന്നാണ്. പക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ വളർത്തുപുത്രനാണ് DGP എന്ന് വന്നാൽ DGP നടത്തുന്നതൊക്കെ തന്നെയും ഗവൺമെന്റിന്റെ നിലപാടുകളാണെന്നും അതുകൊണ്ട് CPM-ന് പോലും പല സന്ദർഭത്തിലും ഇതൊക്കെ ഏറ്റുപറയേണ്ടി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു ചരിത്രത്തിലെ ഒരു പുനർവായനയുണ്ട്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കോൺഗ്രസിനെ നിരന്തരമായി വേട്ടയാടാൻ പറ്റിയ നമ്മുടെ സംഘപരിവാർ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്താറുള്ളത് നിങ്ങൾ അടിയന്തരാവസ്ഥ നടത്തിയവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിലെ കറുത്ത ചരിത്രത്തിന്റെ ഏടുകൾ തുറന്നവർ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടവരാണ്. ഇതിന് പുനർവായന നടത്തുന്ന ചില ആളുകൾ പറയുന്നത് ഇന്ത്യയിലെ സവർണ മേധാവിത്വമുള്ള സംഘപരിവാരത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാൽ ഉപദേശിക്കപ്പെട്ട ഇന്ദിരാഗാന്ധി തെറ്റായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന്. കാരണം ഇന്ദിരയെയും കോൺഗ്രസിനെയും നിലംപരിശാക്കണമെങ്കിൽ ചരിത്രത്തിൽ എല്ലാ നിമിഷങ്ങളിലും അതിനെ വേട്ടയാടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രയോഗങ്ങളിലേക്ക് അതിനെ നയിക്കുക എന്നുള്ളത് സംഘപരിവാരത്തിന് വേണ്ടി വീടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാലുള്ള നിർദ്ദേശങ്ങളാലാണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി അത് നിർവഹിച്ചത് എന്ന് പോലുമുള്ള പുനർവായനകൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കോൺഗ്രസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, സിഖ് വിരുദ്ധ കലാപം, ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ പോകിയാൽ സംഘപരിവാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മാത്രം രംഗത്തവരുണ്ടാവില്ല. അണിയറയുടെ അങ്ങേ താഴെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് മാത്രം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും അതിന്റെ വരായികകൾ മുഴുവൻ അധികാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളും പാർട്ടിയും ഏറ്റെടുക്കുകയും മറുപടി പറയുകയും ചെയ്യേണ്ട ഗതികേടിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിൽ DGP ഉപയോഗിച്ചുകൊണ്ട് അത്തരം മനോഹരമായ പോരാട്ടം. ഞാൻ ഇത്രയും പറഞ്ഞത് യഥാർത്ഥത്തിൽ നിയമസഭ അപ്രസക്തമാകുന്നു DGP-യുടെ കാര്യത്തിൽ. അതിനൊന്നും ചെയ്യാനില്ല. കേരളത്തിന്റെ സാമൂഹിക, മത, രാഷ്ട്രീയ, സാംസ്കാരിക പാരമ്പര്യങ്ങളെ മുഴുവൻ അകത്തുനിന്ന് തുരന്നെടുത്ത് അകത്തളങ്ങളിലൂടെ കടന്നു കയറി വന്ന് എയ്ഡ്സ് പോലെ
ക്യാൻസർ പോലെ സംഘപരിവാർ മാരകമായി കേരളത്തെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിയമസഭകൾ അപ്രസക്തമാകുന്ന കാഴ്ചകൾ. ഞാൻ പറഞ്ഞത്, ലോകത്തെ മിക്ക സ്ഥാപനങ്ങൾക്കും ഇത്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ക്യാപിറ്റലിസവും ഫാസിസവും നാസിസവും ഒക്കെ നാഷണലിസവും ഒക്കെ യോജിച്ചു ചേരുന്നിടത്ത് ഈ രീതിയിലുള്ള പൊറാട്ട നാടകങ്ങൾ വളരെ ഭംഗിയായി നടക്കുകയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സമൂഹങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് അതിന്റെ നീരാളി കൈകൾ ലോകത്തുടനീളം പടർന്ന് പന്തലിച്ച് സകല ജനവിഭാഗങ്ങളെയും മതമതേതര വ്യത്യാസമില്ലാതെ ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെയും സത്യസന്ധതയോടെയും വളരെ നിഷ്കളങ്കമായും കാര്യങ്ങളെ സമീപിക്കുന്നതിന് പകരം നമ്മൾ കാപട്യത്തിന്റെയും കള്ളത്തരത്തിന്റെയും അതിഭീകരമായ നുണക്കഥകളുടെയും പിൻബലങ്ങളിൽ നിന്നുകൊണ്ട് പിടിച്ചു നിൽക്കാനും അതിജീവിക്കാനും അഭിമുഖീകരിക്കാനുമാണ് വ്യക്തികളും പ്രസ്ഥാനങ്ങളും സംഘടനകളും രാഷ്ട്രങ്ങളും അടക്കം ശ്രമിക്കുന്നതെങ്കിൽ ഒരു പരിധിവരെയൊക്കെ യുവത്വം എന്തിനേയും പ്രതിരോധിക്കുമെന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷെ യുവത്വം മാത്രമേ പ്രതിരോധിക്കൂ. യുവത്വം പിന്നിടുന്നതോടുകൂടി അതിന്റെ ജരാനിരകളിലേക്കും മധ്യവയസ്കതയും വാർദ്ധക്യവും ശരീരത്തിന് അഭിമുഖീകരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള മാരകമായ രോഗങ്ങളിലേക്കും പ്രവേശിക്കുന്നത് പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റുകളും മതസമൂഹങ്ങളും രാഷ്ട്രീയ സമൂഹങ്ങളുമൊക്കെ അപകടകരമായ കള്ളത്തരങ്ങളുടെയും കാപട്യങ്ങളുടെയും നുണക്കഥകളുടെയും അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ താൽക്കാലികമായി നിങ്ങൾ മാരക രോഗത്തിന് വേദനാസംഹാരി കുടിച്ചതുപോലുള്ള ഒരു പരിഹാരം ലഭിക്കും എന്നുള്ളതിന്റെ അപ്പുറം നിങ്ങളെയോ നിങ്ങളുടെ പിൻബലങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നവരുടെയോ നിങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സംവിധാനങ്ങളുടെയോ അടിസ്ഥാനപരമായ ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും അതിജീവനവും നൽകുന്ന പ്രക്രിയയല്ല അത് എന്ന് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നറിയില്ല, ഇനിയിപ്പോ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. KSEBയുടെ പിന്നിലാരാ? അതും ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് പറയാലോ, KSEBയിൽ വില കയറാൻ എന്തിനാ വില കയറിയ നമുക്കറിയില്ല. അങ്ങ് ഡൽഹിയിലൊക്കെ ആം ആദ്മിയൊക്കെ വളരെ മനോഹരമായി വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ നമ്മളീ പറയുന്ന KSEB എങ്ങനെയാണ് വികസിപ്പിച്ചെടുക്കേണ്ടത്, സംഘപരിവാരത്തിന്റെ മൂക്കിന് കീഴെ നിന്ന് സംഘപരിവാരത്തിന്റെ അധികാരത്തിന്റെ ദണ്ഡുകൾ അതിമാരകമായ എല്ലാ പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കെ തന്നെ ആം ആദ്മി പാർട്ടി വളരെ മനോഹരമായി KSEBയും അതുപോലെ തന്നെ ജല അതോറിറ്റിയും ആരോഗ്യവും വിദ്യാഭ്യാസവും യാത്രയുമൊക്കെ എല്ലാം വളരെ വില കൊടുത്ത് വാങ്ങേണ്ടിയിരുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിൽ വളരെ എളുപ്പത്തിൽ ആശ്വാസകരമായ രീതിയിൽ ജനകീയമായി നടത്തി കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഉദാഹരണങ്ങളൊക്കെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ ഏതെങ്കിലും ഈ അർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധിയെ ജനകീയമായി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർ അകപ്പെട്ടിട്ടുള്ള ആശയ പ്രയോഗ പ്രതിസന്ധികളുടെ ധാരാളം അളവുകോലുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതിന്റെ പേരിലും ജമാഅത്തെ ഇസ്ലാമി. എന്തിനും ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞു? ജമാഅത്തെ ഇസ്ലാമി എന്താ? ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞിട്ട് CPM രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള ആ വിഷയത്തില് CPM അതിജീവിക്കും, CPM അഭിമുഖീകരിക്കും. കേരളത്തെ CPMഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് നയിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീർക്കോലിയെ തല്ലി അല്ലെങ്കിൽ ചേരയെ പിടിച്ച് രാജവെമ്പാലയാണ് ഞങ്ങൾ ആ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ അകത്തളങ്ങളിലടക്കം സംഘപരിവാർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ എല്ലാ റിമോട്ട് പ്രൊമോട്ട് പ്രൊജക്ടുകളും നടപ്പിലാക്കി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളടക്കം ഇപ്പൊ കളിയൊക്കെ നിന്നല്ലോ. പണ്ട് CPMഉം BJPയും തമ്മിൽ 2-1, 4-3, 5-6 അങ്ങനെയൊക്കെയായിരുന്നു പോയിരുന്നത്. അപ്പൊ അങ്ങനെ ഒന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. എന്താ അതിന്റെ കാരണം? എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? മറുഭാഗത്ത് നമ്മൾ ഇറങ്ങി വന്നാൽ RSS എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന അതിന്റെ ക്യാപിറ്റലിസം വളർന്നപ്പോൾ കമ്മ്യൂണിസം പകച്ചു നിന്നതുപോലെ തന്നെ സംഘപരിവാരത്തിന്റെ മുമ്പിലും പകച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതിന്റെ സംവിധാനങ്ങളെയുമാണ് ഇന്ത്യയിലുടനീളം
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇപ്പോൾ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് CPM പൊളിയണമെന്നോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തകർക്കണമെന്നോ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരൊറ്റ മൂല്യമുണ്ട്. സംഘപരിവാരത്തെയും കേരളത്തിൽ ഇടതുപക്ഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് കളയാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉട്ടോപ്യൻ ലോകത്താണ്, വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനോ അതിജീവിക്കാനോ സാധ്യമല്ല എന്ന് വളരെ വളരെ ആഴത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനം. പാനൂരിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടുത്തെ CPM-ന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുമായി സംവദിച്ചിട്ടുണ്ടോ? വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ എന്റെ മുമ്പ് പ്രഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, നിങ്ങൾ ഒരു മനുഷ്യനോട് സംവദിക്കും പറയാലോ ആ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ, അതിന്റെ ആശയം. പിന്നെ കപടമാകാം, അതിന് പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് പുറത്തേക്കൊന്ന് പറയുന്നുവെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഒരു സംവിധാനത്തിനും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. കപടന്മാർ പിടിക്കപ്പെടും, കള്ളന്മാർ പിടിക്കപ്പെടും, തമ്മാടികൾ പിടിക്കപ്പെടും, അക്രമകാരികൾ പിടിക്കപ്പെടും, അധർമ്മകാരികൾ പിടിക്കപ്പെടും. കാരണം അവർ വിശുദ്ധന്മാരായി ചമയും, അവർ പുണ്യാളന്മാരായി ചമയും, മണവാളന്മാരായി ചമയും. പ്രവാചകന്മാരുടെ വേഷം കെട്ടി ആര് വരും? കൃഷ്ണന്റെ വേഷം കെട്ടി കംസം വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? അങ്ങനെ ഉണ്ടല്ലോ സംഗതി. കംസം വന്നിട്ട് പറയാം ഞാനാണ് കൃഷ്ണൻ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗോഡ്സെ വന്നിട്ട് പറയാം ഞാനാണ് ഗാന്ധി എന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ഗോഡ്സെ പറയുന്ന ഗാന്ധിയുടെ പിന്നാലെ എല്ലാവരും, വീര സവർക്കർ വന്നിട്ട് ഗാന്ധിയെ കുറിച്ച് പറയുക, ഗോഡ്സെ വന്നിട്ട് ഗാന്ധിയെ കുറിച്ച് പറയുക, ഞാൻ ഗാന്ധിയനാണ്. ഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാ വിനീതത്വങ്ങളും സമർപ്പിച്ച്. ചരിത്രത്തിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഈ ദൈവിക മൂല്യങ്ങളെ, ഈശ്വരപ്രക്തമായ ആശയങ്ങളെ, അള്ളാഹുവിന്റെ ആശയങ്ങളെ പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും വിപ്ലവകാരികളും വിമോചകന്മാരും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളെ, നിലപാടുകളെ, സമീപനങ്ങളെ എങ്ങനെയാണ് വ്യക്തി താല്പര്യങ്ങൾക്കും സംഘടനാ താല്പര്യങ്ങൾക്കും അധികാര താല്പര്യങ്ങൾക്കും വേണ്ടി ശക്തികൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് വേദഗ്രന്ഥങ്ങളും അല്ല. ഈ വേദഗ്രന്ഥവും ഇതിഹാസവും പുരാണമൊക്കെ വായിച്ചിട്ട് ആകെ അമ്പലവും പള്ളിയും ചർച്ച ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെ അവിടെ അടിയിൽ വല്ലതും ഉണ്ടോ എന്ന് തുറന്നു നോക്കലും, ഇപ്പുറത്ത് പോയിട്ട് അതില്ലാന്ന് സ്ഥാപിക്കാൻ നമുക്ക് കോടതി കയറലും, ഇങ്ങനത്തെ ഒരു പണിയൊന്നുമല്ല പ്രവാചകന്മാരെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ആ വശം എടുത്ത് പരിശോധിച്ചോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ, ഈശോ പ്രവാചകൻ മുതൽ, മോശ പ്രവാചകൻ മുതൽ, ബുദ്ധനെയും ജൈനനെയും രാമനെയും മുഹമ്മദിനെയും ഒക്കെ പുനർവായനക്ക് നമ്മൾ വിധേയമാക്കിയാൽ അതത് കാലഘട്ടത്തിലെ അധികാരഘടന കൈകാര്യം ചെയ്തവർക്കെതിരെയായിരുന്നു ഏറ്റവും അപകടകരമായ സമരങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഇപ്പൊ സമാധാനമുണ്ട്. ഇത്തിരി പോകുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്, ഇന്ത്യയിലെ വളരെ ചെറിയ പ്രസ്ഥാനമാണത്, വളരെ ആകെ 15,000 മെമ്പർമാരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യ ലോകത്തുള്ളത്. 15,000-ന്റെയും 20,000-ന്റെയും ഇടയിൽ ആളുകള്, 130 കോടി മനുഷ്യരുള്ള ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ എണ്ണവും ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ എണ്ണവും ഒക്കെ നിങ്ങൾ എടുത്തു പരിശോധിക്കുന്ന ഘട്ടത്തിൽ വളരെ ചെറിയ ഒരു സംഘമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ചെറുതാണ് എന്ന് നിങ്ങൾ വെക്കേണ്ടതില്ല. കാരണം അവർ ഉയർത്തുന്ന ആശയങ്ങൾ, അവരുടെ ആദർശങ്ങൾ, അവരുടെ നിലപാടുകൾ, അവരുടെ വാദഗതികൾ, അവരുടെ പ്രയോഗങ്ങൾ, അവരുടെ പ്രബോധനങ്ങൾ, അവരുടെ പ്രചോദനങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾ മുൻനിർത്തി പരിശോധിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ശ്രീകൃഷ്ണനും ശ്രീരാമനും ബുദ്ധനും ജൈനനും അബ്രഹാമും മുഹമ്മദും യേശുവും മോശായും ഒക്കെ എന്തെന്നിനു വേണ്ടിയാണോ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്, അതേ അടിസ്ഥാനങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമി എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങൾ അതിനെ എങ്ങനെ വിശകലനം ചെയ്താലും ശരി, ഏത് രീതിയിൽ നിങ്ങൾ എങ്ങനെ അവതരിപ്പിച്ചാലും ശരി, കാരണം ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങൾ പറയുന്ന ഒന്നുമല്ല നിങ്ങൾ പറയുന്ന ഒന്നിന്റെയും 1000 അയലത്ത് പോലും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ അവസാനത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ജമാഅത്തെ ഇസ്ലാമിയെയും അറിയാത്ത ഏറ്റവും സാധാരണ ഒരു പ്രവർത്തകനെ പോലും നിങ്ങൾ പറയുന്ന ഒന്നിന്റെയും ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണ്, മതരാഷ്ട്രവാദിയാണ്, ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. കാരണം ഞങ്ങളതല്ല. പിന്നെ കുറച്ച് ഭീകരതയൊക്കെ ഉണ്ടാവും. അതെന്താ?
ശ്രീകൃഷ്ണന് ഭീകരനായിരുന്നു കംസന്, അതിൽ സംശയമൊന്നുമില്ല. ജനിക്കണീന്റെ മുമ്പ് തന്നെ ഭീകരനാന്ന് പറഞ്ഞു. ആര്? കംസൻ. ജനിക്കാൻ പോകുന്ന കുട്ടി പോലും ഭീകരന്മാരാന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ അമ്മാവന്റെ മക്കളത്. അതിന്റെ പുരാണങ്ങളിൽ നിങ്ങൾക്ക് വായിക്കുകയും പഠിക്കുകയൊക്കെ, പുനർവായന നടക്കണം അതിലൊക്കെ. ശ്രീകൃഷ്ണൻ കംസന്റെ പെങ്ങളെ കുട്ടിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. വാസുദേവനും ദേവകിയും അവർക്കുണ്ടായ കുട്ടിയാണല്ലോ അത്. ആ കുട്ടി അപ്പോ കംസനൊരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? അമ്പലത്തിലെ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കും കംസൻ, പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കും, പള്ളിയിൽ വന്നിട്ട് സെമിനാരി കുംഭസാരത്തിന് നേതൃത്വം കൊടുക്കും. ഇതൊന്നുമല്ല സ്വപ്നം കണ്ടത് കംസൻ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന എന്റെ പങ്ങളുടെ കുട്ടി എന്റെ അധികാരത്തിന്റെ സിംഹാസനം അട്ടിമറിക്കും. പലർക്കുമുള്ള പേടിയതാണ്. എന്താ അധികാരത്തിന്റെ സിംഹാസനം ഇതും തമ്മിൽ വലിയ ബന്ധം. അധാർമികതയുടെ, അക്രമത്തിന്റെ, അനാശാസ്യ പ്രവർത്തനങ്ങളുടെ, നമ്മൾ പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ പ്രവണതകളുടെയും പ്രതീകമായിരുന്നു മിസ്റ്റർ കംസൻ. അതുകൊണ്ട് കംസൻ സ്വപ്നം കണ്ട് എന്റെ കുട്ടി, എന്റെ പെങ്ങളുടെ കുട്ടി എന്റെ അന്തകനാകും. അപ്പൊ അയാൾ ഉടനെ തന്നെ നിയമം കൊണ്ടുവന്നു. അന്നത്തെ ചാനലും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കൂലിപ്പട്ടാളത്തെയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, എന്റെ പെങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുട്ടി ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, അതിഭീകരമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ശത്രുവാണ്. അങ്ങനെ സ്വന്തം പങ്ങളുടെ അടിയനെയും കൊണ്ട് പോയിട്ട് ജയിലിലടച്ചു. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ജയിലിൽ വെച്ചിട്ട് 7 കുട്ടികളെ പ്രസവിക്കുന്നുണ്ട് ഈ അളിയനും ഈ പെങ്ങള്. ആ 7 കുട്ടികളെയും കംസൻ കൊല്ലാ ചെയ്ത്, ഭീകരമായിട്ട് കൊല്ലാ ചെയ്ത്, പാറയിലടിച്ച് തലവെട്ടി വായുവിലേക്ക് എറിഞ്ഞ് ഒക്കെ ഭീകരമായി. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗം കൊണ്ട് ശ്രീകൃഷ്ണൻ രക്ഷപ്പെട്ടു. ശ്രീകൃഷ്ണൻ മാത്രം ജനിക്കുക കംസന്റെ അന്തകനായി. കംസൻ മതനേതാവല്ല, രാഷ്ട്രീയ നേതാവല്ല, അധർമ്മിയും അക്രമാർ, പക്ഷെ പൊളിറ്റിക്കൽ നേതാവായിരുന്നു. അദ്ദേഹം പറയുന്നതാണ് മതം, അദ്ദേഹം പറയുന്നതാണ് രാഷ്ട്രീയം, അദ്ദേഹം പറയുന്നതാണ് സംസ്കാരം, അദ്ദേഹം പറയുന്നതാണ് എക്കണോമി, അദ്ദേഹം പറയുന്നതാണ് വിദ്യാഭ്യാസം, അദ്ദേഹം പറയുന്നതാണ് ഡെവലപ്മെന്റ്. എല്ലാം കംസനിൽ കേന്ദ്രീകൃതമായിരുന്നു. പക്ഷേ കംസന് കടപടുകി എറിഞ്ഞു കൃഷ്ണൻ വളരെ ഭൂരിപക്ഷമല്ല, ഭയങ്കര വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്ന ആളല്ല, എല്ലാ വോട്ടിനെയും വിലക്കെടുക്കാൻ കഴിവും കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ പഠിച്ചോ. പക്ഷെ ജയിച്ചത് കൃഷ്ണനാണ്. കാരണം അസതോമ സദ്ഗമയ. അങ്ങനെയല്ല, സത്യം അസത്യങ്ങളുടെ മുകളിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും. സത്യം ജയിക്കുക തന്നെ ചെയ്യും. ഇത് ചരിത്രത്തിൽ പുലരേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. നിരന്തരമായി കള്ളങ്ങളുമായി ഇത് യേശുവിന്റെ കാര്യത്തിലും മുഹമ്മദിന്റെ കാര്യത്തിലും അബ്രഹാമിന്റെ കാര്യത്തിലും മോശയുടെ കാര്യത്തിലും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മഹാപ്രവാചകൻ അബ്രഹാം, അദ്ദേഹത്തിനൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മാത്രം ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ. പക്ഷേ അവിടുത്തെ അധികാരത്തിന്, നമ്രോദ് എന്ന് പറയുന്ന ചക്രവർത്തിക്ക്, അതുപോലെ തന്നെ അവിടുത്തെ പൗരോഹിത്യ സംഘപരിവാർ സംവിധാനമായ അദ്ദേഹത്തിന്റെ തന്നെ പിതാവ് ആസറിന് ഏറ്റവും ഭയമായിരുന്നു അബ്രഹാമിനെ കൊന്നുകളയാൻ, തീയിലിടാൻ അവരെ പ്രഖ്യാപിച്ചു. അബ്രഹാം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി. യഥാർത്ഥത്തിൽ ആരെയാണ് പേടി, ആരെയാണ് ഭയമുള്ളത്? നിങ്ങൾക്ക് സൈന്യമുണ്ട്, പോലീസുണ്ട്, മീഡിയയുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ അനുയായികളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതൊക്കെയുള്ള നിങ്ങൾക്ക് ഇതൊന്നുമില്ലാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇതൊന്നും എന്റെ കയ്യിലില്ലല്ലോ. ചരിത്രത്തിൽ അബ്രഹാമിനെ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ട നമ്രോദുണ്ട്, മോശയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഫറോവയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വർത്തമാനകാലത്തേക്ക് വന്നാൽ സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ഒക്കെ കടപുഴകി എറിയപ്പെടുന്നതിന്റെ വളരെ അപകടകരവും സുന്ദരവുമായ വാർത്തകൾ ലോകത്തുടനീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സർവ്വലോക ഐശ്വര്യങ്ങളോടും കൂടി അധികാരത്തിന്റെ അകത്തളങ്ങളിൽ വാണവരൊക്കെ തന്നെയും ഹസീന വാജി മുതൽ ബഷാർ അൽ അസദ് അടക്കമുള്ള ഒരിക്കലും പരാജയപ്പെടില്ല. അങ്ങനെയായിരുന്നു പറഞ്ഞത് ബഷാർ, ഹസീന വാജിദ്. ഇന്നിപ്പോ നമ്മുടെ ഷെയ്ഖ് ഹസീന ഇത് നമ്മുടെ ഇന്ത്യയിലുള്ളത് സംഘപരിവാരത്തിന്റെ പ്രിയപ്പെട്ട തോടിയാണ്, ഇസ്രയേലിന്റെ തോടിയാണ്, അമേരിക്കയുടെ തോടിയാണ്. അതിനെ കേരളത്തിലെ ഇടതുപക്ഷം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന വലതുപക്ഷത്തിലേക്ക് പോയതുപോലെ തന്നെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിനെയും കേരള ജമാഅത്തെ ഇസ്ലാമിയെയും കൈകാര്യം ചെയ്യാൻ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്നിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. CPM-ന്റെ ലേഖനങ്ങളിൽ, ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്മാർ പ്രസിദ്ധീകരണങ്ങളിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ അവിടെ ഒന്നുമില്ല, പുറത്താണ് നിൽക്കുന്നത്. അധികാരം കൈയാളുന്നത് സ്വതന്ത്രമായ അധികാര സംവിധാനങ്ങളാ. അവരുടെ കീഴിൽ നിന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ പേരിലും ജമാഅത്തെ ഇസ്ലാമിയാണുള്ളത്. ഞാൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ എന്നുള്ളതല്ല. ഹസീന വാജിദ് ഈ തെരഞ്ഞെടുപ്പിലും ജയിച്ചു പോയ ആളായിരുന്നു.
പക്ഷെ അവര് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അഭയാർത്ഥിയായി ഇന്ത്യക്ക് പോലും സ്വീകരിക്കാം. അമേരിക്കയും ചൈനയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ പോകാൻ തീരുമാനിച്ചു. ഇവിടത്തേക്കാണ് നല്ലത് അവിടെയാണെന്ന് അവൾക്കും അറിയാം. പക്ഷേ അവര് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഈ വയ്യാവേലിയും എടുക്കാചരക്കൊന്നും കിട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമല്ല. ബഷാറുൽ അസദ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിരിക്കുന്ന ഫോട്ടോയും വർത്തമാനം പറയുന്ന ഫോട്ടോയും ഒന്നും ലഭിക്കാതെ അവിടെ കിടക്കുന്നുണ്ട്. ഏകാധിപതികളും സ്വേച്ഛാധിപതികളും സമഗ്രാധിപതികളും ഒക്കെ അധികാരത്തിന്റെ കരുത്തുകൊണ്ടും അതിന്റെ സംവിധാനങ്ങളുടെ പ്രൊജക്ടുകൾ കൊണ്ടും ജനങ്ങളെയും സംവിധാനങ്ങളെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചാലും ശരി, സത്യത്തെ, മൂല്യങ്ങളെ, ധർമ്മങ്ങളെ, നീതിയെ ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ തോൽക്കും. ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമി ആശയരംഗത്ത് കമ്മ്യൂണിസവുമായിട്ട് നന്നായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, കമ്മ്യൂണിസ്റ്റ് ദർശനവും ഇസ്ലാമും തമ്മിലുള്ള, ഇസ്ലാം ദൈവിക ദർശനമാണ്, കമ്മ്യൂണിസം മനുഷ്യ ദർശനമാണ്. ദൈവിക ദർശനം എന്ന് പറയുന്നത് സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, വായുവിനെ പോലെ, വെള്ളത്തെ പോലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബി.ജെ.പി, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തീരുമാനിച്ചാൽ സൂര്യനെ ഉണ്ടാക്കാൻ പറ്റില്ല, ചന്ദ്രനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അറ്റ്ലാന്റിക്കും പസഫിക്കും ആമസോണും സഹാറയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ പ്രാപഞ്ചികമായ കഴിവുകൾ, ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. അവര് മാത്രമല്ല, മനുഷ്യനടക്കം, നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ചീഫ് ജസ്റ്റിസ്, നമ്മുടെ രാഷ്ട്രപതി, നമ്മുടെ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ സ്വയം ഉണ്ടായവരാണോ? സ്വയം ജനിച്ചവരാണോ? അവർ തീരുമാനിച്ച്, അവരുടെ പാർട്ടി തീരുമാനിച്ച്, മതം തീരുമാനിച്ച്, അവരുടെ ഏതെങ്കിലും സമുദായം തീരുമാനിച്ച്, അവരുടെ സംഘടനകൾ തീരുമാനിച്ച് തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നവരാണോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അത് മാത്രമൊന്നുമല്ല ചോദിച്ച്, നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടാകാൻ ആവശ്യമായ, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ ആവശ്യമായ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ രൂപപ്പെട്ട, റൊണാൾഡോയും മെസ്സിയും ഒക്കെ ഉണ്ടായിട്ടുള്ള, നമ്മുടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉണ്ടായിട്ടുള്ള ബീജമുണ്ടല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണോ? നിങ്ങളാൽ ആരെങ്കിലും ആലോചിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജനിക്കുന്ന തീരുമാനം പോലും നിങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല. എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ മതം തീരുമാനിച്ചതല്ല, നിങ്ങളുടെ രാഷ്ട്രീയം തീരുമാനിച്ചതല്ല, നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ചതല്ല, നിങ്ങളുടെ സമുദായം തീരുമാനിച്ചതല്ല, നിങ്ങളുടെ ജാതി തീരുമാനിച്ചതല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും അതിൽ പങ്കില്ല. രസകരമായ ഒരു സംഭവം ഉണ്ട്. അടുത്ത് അമേരിക്കയിൽ ഒരു കുട്ടി കേസ് കൊടുത്തു അമ്മയ്ക്കെതിരെ, അച്ഛനെതിരെ. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്തിനാ എന്നെ ഉണ്ടാക്കാൻ പോയതെന്ന് ചോദിച്ചിട്ട്, എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്തിനാ എന്നെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ചന്ദ്രചൂഡിനെ പോലത്തെ ജഡ്ജിയൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. കാരണം ബാബരി മസ്ജിദിന്റെ ഈ കാര്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോന്നാ, എന്നിട്ട് അങ്ങനെ ഒരു വിധി നടത്തിയത്. അമ്മാതിരി വിധി നടത്തുന്ന പ്രാദേശിക ജഡ്ജിമാരെ മുതല് സുപ്രീം കോടതി ജഡ്ജിമാരടക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ അടുത്ത് ദൈവത്തെ ഏറ്റവും നന്നായിട്ട് വിളിച്ചാരാന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയാ. നിങ്ങൾ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ഭഗവാനെ 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 എന്ന് വിളിച്ചാൽ മരണാനന്തര ജീവിതത്തിന് സ്വർഗമെങ്കിലും കിട്ടും എന്ന് ഇദ്ദേഹം സ്വർഗത്തെക്കുറിച്ച്, ഭഗവാനെ കുറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നമ്മളോട് പ്രസംഗിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരൊക്കെ എന്തൊക്കെ പറയും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസ് ഏത് ദൈവത്തിനാണോ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും അദ്ദേഹത്തിന് വിധി കിട്ടി. എന്ന പോലെ ഇവര് കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പോട്ടെ, ആ വിഷയത്തിലേക്ക് നമ്മൾ പോണില്ല. പറ്റുമെങ്കിൽ അങ്ങോട്ടും കേസ് കൊടുക്കാട്ടോ മാതാപിതാക്കൾക്ക്. ഞങ്ങളുടെ സമ്മതമില്ലാതെ നീ എന്തിനാണ് ഞങ്ങളുടെ കുട്ടിയായി പിറന്നത്? നമ്മൾ സെലക്ട് ചെയ്തതല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ നിർമ്മിച്ചതല്ല ഇതൊന്നും, നമ്മളുടെ കൈകളിലല്ല ഇതുള്ളത്. അതുകൊണ്ട് ദൈവികമായ ദർശനം എന്ന് നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ദൈവം തമ്പുരാനാണ്. മനുഷ്യൻ എങ്ങനെയാണ് നിനക്ക് ശ്വസിക്കാനുള്ള വായു തന്നത്? പാർട്ടികളല്ല, മതങ്ങളല്ല, ദേശീയതകളല്ല, വംശീയതകളല്ല, സമുദായങ്ങളല്ല. അതിലൊന്നും ആർക്കൊരു പങ്കില്ല. ശ്വസിക്കുന്ന വായുവിൽ നിങ്ങൾ എല്ലാവരും തുല്യരാണ്. അമേരിക്കൻ പ്രസിഡന്റ് മുതൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ, ആദിവാസിയും അതുപോലെ തന്നെ ആൻഡമാനിൽ താമസിക്കുന്നവനും ആഫ്രിക്കക്കാരനും ഒക്കെ തുല്യമായി വായു. അതെങ്ങാനും അംബാനിന്റെയും അദാനിന്റെയും കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടാവില്ല. പാർട്ടി ഓഫീസറോ മതസംഘടനക്കോ സമുദായത്തിനോ വായുവിന്റെ വിതരണം കൊടുത്തിരുന്നെങ്കിൽ മലബാറിന്റെ പിന്നോക്കാവസ്ഥയും മലപ്പുറത്തിന്റെ പിന്നോക്കാവസ്ഥയും കണ്ണൂരിന്റെ പിന്നോക്കാവസ്ഥയും അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ? വായുവിന്റെ എങ്ങാനും നരേന്ദ്രമോദിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ബീഹാറിലേക്ക് പോകും.
അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോകും. കാരണം അവിടെ നായിഡു ഉണ്ട്, അപ്പുറത്ത് നിതീഷ് കുമാർ ഉണ്ട്. ഇവരെ കാലുമാറാതിരിക്കണമെങ്കിൽ മലയാളി ശ്വാസം മുട്ടിച്ചാവട്ടെ. ഇപ്പൊ തന്നെ നമ്മുടെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റണം. ആകെ പോലീസിന്റെ നല്ല മെഡൽ നമുക്ക് കിട്ടുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആഭ്യന്തരമന്ത്രി പറയാ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ്. അപ്പൊ നമുക്ക് ഉറപ്പ്, CPM-ലെ സുഹൃത്തുക്കളുണ്ടോ ഇവിടെ? നിങ്ങളുടെ അമിത് ഷാ കേരളത്തിലെ പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുവെങ്കിൽ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കളത്തിന് കളത്തൽ, ചാണിന് ചാണ്, മുഴത്തിന് മുഴം, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് വേറൊന്നും നിങ്ങൾക്ക് തരണില്ല. ചൂരൽമലയിൽ കിട്ടിയിട്ടില്ല, മുണ്ടക്കൈയിൽ കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ GST നിങ്ങൾക്ക് തരണില്ല. നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, റെയിൽവേ വണ്ടികളില്ല, KSEB ഇല്ല, കിട്ടേണ്ട നികുതി പണങ്ങളില്ല. നമുക്കാവശ്യമുള്ള ഒന്നും തരാത്തവൻ സംഘപരിവാർ. അവിടുന്ന് പോലീസിന് ഗുഡ് സർട്ടിഫിക്കറ്റ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് മെഡലൊക്കെ കിട്ടും. ADGP. ഇപ്പം മറ്റേ ആള് രാജിവെച്ച എന്താ ഷെയ്ഖ് ദർവേശോ, അയാള് ഷെയ്ഖായിട്ട് തന്നെ ദർവേശായിട്ട് അന്ന് പോയിട്ടുണ്ട്. ഞാൻ സൂഫിയാണ്, അങ്ങനെ കൾച്ചറൽ സൂഫീസ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. DGP കളിക്കും, മറ്റത് സൂഫിയായിട്ട് ദർവേശായിട്ട് ഇരിക്കുക എന്നാണ് വെച്ചവർ. ഞാൻ വേറെ കുറച്ച് പറഞ്ഞൊന്നുമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അദ്ദേഹം രാജി തൽക്കാലം കാരണം ഇനി അദ്ദേഹത്തിന്റെ മുകളിൽ DGP വരാൻ പോവാണ്. ഈ DGP അജിത് കുമാർ RSSന്റെ മുഖ്യ ഭാരവാഹികളുമായിട്ട് സംസാരിച്ച, ഈ തൃശൂർ പൂരം ഒറ്റിക്കൊടുത്ത, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ അതിന് ഡീൽ ചെയ്തിരുന്നത് നമുക്കറിയില്ല. അതാണെങ്കിൽ പിന്നെ അതാണ് പറഞ്ഞാൽ മതി. എന്നാലും ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സംഘപരിവാറുമായി ഒത്തുകളിക്കാൻ, അതിജീവിക്കാൻ അതേ വഴിയുള്ളൂ, അഭിമുഖീകരിക്കാൻ അതേ വഴിയുള്ളൂ, നിലനിൽക്കാൻ അതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞാലും മലയാളിപ്പൊന്നും നിങ്ങളെ ചെയ്യാൻ പോണില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച്. അതല്ലെങ്കിൽ ഈ കണ്ട കള്ളപ്പണികൾ മുഴുവൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ DGP ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. ഞാൻ പറഞ്ഞൊരു ചുരുക്കം. അതുകൊണ്ട് പ്രാപഞ്ചിക ദർശനമാണ് ഇസ്ലാം. ഇസ്ലാം മാത്രമല്ല, രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും മുഹമ്മദ്, ഇതൊക്കെ ഒരേ സംഗതി, ഒരേ ക്ലബിലെ കളിക്കാരാണ് അവർ, ഒരേ ടീമിന് വേണ്ടി കളിക്കാൻ വന്നവരാണ് അവർ. പിന്നീട് നമ്മൾ വന്നിട്ട് അവരെ പല കളത്തിലും കുളത്തിലും ഒക്കെ ആക്കിയതാ. ആ ചർച്ചയിലേക്ക് ഇപ്പൊ കടന്നു പോകേണ്ടതില്ല. ഞാൻ പറഞ്ഞത് അവർ മനുഷ്യനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ദൈവത്തിന്റെ കൽപ്പന. കാരണം എന്തുകൊണ്ട്? നീ ഉണ്ടായത് നിന്റെ തീരുമാനം അനുസരിച്ചല്ല. നിന്നെ ഉണ്ടാക്കാൻ ദുനിയാവിൽ ഒരാളും തീരുമാനിച്ചിട്ടില്ല. നീയാണ് ഉണ്ടാകാൻ പോകേണ്ടതെന്നും ഇങ്ങനെയാണ് നീ ഉണ്ടാകേണ്ടതെന്നും ആരെങ്കിലും ഒരാൾ മുൻ തീരുമാനമെടുത്തത് കൊണ്ടല്ല ഒരു മനുഷ്യനും ഇവിടെ ജനിച്ചു വീണിട്ടുള്ളത്. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ചോദിച്ചത്, അഫറായിത്തും നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആന്തും തഖ്ലുഖുനഹു, എടോ നീയാണോ അതുണ്ടാക്കിയത്? നീയാണോ ആ ബീജം ഉണ്ടാക്കിയത്? അതാ അം നഹ്നുൽ ഖാലിഖൂൻ, ആരാണത് ഉണ്ടാക്കിയത്? നമ്മളാണോ നീയാണോ ഉണ്ടാക്കിയത്? അതാണ് ദൈവം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കുറച്ചുകൂടി ഗൗരവതരമായ ചർച്ചയാണത്. അതിലേക്ക് കടന്നു പോകൽ അനിവാര്യമാണ്. കാരണം മനുഷ്യനുണ്ടാക്കിയത് ദൈവമാണ്. അവന്റെ തിരിച്ചുപോക്കും അവനിലേക്കാണ്. അല്ലാതെ ജനിച്ചിരിക്കുന്നു, മരിച്ചിരിക്കുന്നു, ഒടുങ്ങിയിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾ ഇന്നലെ ഇല്ല, നാളെ ഉണ്ടാകാൻ പോകുന്നുമില്ല. അത് ദുനിയാവിൽ മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനമില്ലാത്തൊരു ജീവിതം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വേദദർശനങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, സുഗമമായിട്ട് രക്ഷപ്പെട്ടിട്ട് കള്ളത്തരം കാണിച്ച്, കാപട്യം കാണിച്ച്, ചതിച്ച്, വഞ്ചിച്ച്, ആക്രമിച്ച്, കള്ളക്കച്ചവടവും കൈക്കൂലിയും അഴിമതിയും ഒക്കെ നടത്തി എല്ലാ അപകടകരമായ അനാശാസ്യതകളും അധർമ്മങ്ങളും അക്രമങ്ങളും ഒക്കെ അടിച്ചേൽപ്പിച്ച് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് മാത്രമേ രക്ഷപ്പെടൂ. അതിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് നീ വരൂടോ എന്റെ മുമ്പിലേക്ക്. നിന്നെ നിയോഗിച്ച, നിന്നെ സൃഷ്ടിച്ച, നിന്നെ സംവിധാനിച്ച, നിന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചിട്ടുള്ള എന്റെ മുമ്പിലേക്ക് നീ കടന്നു വരും. നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും. ദൈവത്തിന് നിങ്ങൾ പ്ലാറ്റോയുടെ റിപ്പബ്ലിക് മുതൽ മുഹമ്മദ് നബി തിരുമേൻ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള അതിന്റെ ഇടയിലുള്ള ബുദ്ധ ധർമ്മപദങ്ങൾ മുതൽ എല്ലാം നിങ്ങൾ വായിച്ചോ. ജീവിതം തുടങ്ങി ഒടുങ്ങുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല, മരണാനന്തര ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതത്തിൽ ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ കഴിയാത്തവണ്ണം അമിത്ഷാ നരേന്ദ്രമോദിയുടെ പിന്നിലില്ലാതെ, അമിത്ഷാക്ക് നരേന്ദ്രമോദിയുടെ പിൻബലമില്ലാതെ, സംഘപരിവാരത്തിന്റെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഗ്രൂപ്പും ഫോളോവേഴ്സും ഇല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ഒറ്റയാനായി മറുപടി പറയേണ്ട നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ചന്ദ്രചൂഡുമൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അത് അവര് മാത്രമൊന്നുമല്ല, ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും നിസ്സാരമായ പ്രവർത്തനങ്ങൾ മുതൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം രാഷ്ട്രീയമാണ്.
അതിലാണ് സത്യസന്ധതയും വിശുദ്ധിയും ധാർമ്മികതയും മാനുഷികതയും ദൈവികതയും നീതിബോധവും മൂല്യബോധവും ഒക്കെ വേണ്ടത്. അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊന്നും പഴച്ചു പോലെ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ പൂജിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചോ, പൊട്ട് ഇങ്ങനെ തൊട്ടോ, അതല്ല ഇങ്ങനെ തൊട്ടോ, കൈ ഇവിടെ കെട്ടിയോ അവിടെ കെട്ടിയോ, ഇതൊന്നും ഇവിടുത്തെ ആളുകൾക്ക് എന്താ പ്രശ്നമുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അതേസമയം ഈ കൈ കൊണ്ട് നിങ്ങൾ കൈക്കൂലി വാങ്ങിയാൽ, നിങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, നിങ്ങൾ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അതിന്റെ ഭവിഷ്യത്തുകൾ ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന്, ഒരു രാജ്യത്തിന്